ഇന്ത്യയിൽ നടന്ന ഭീകരാക്രമണത്തിന് മുഖ്യ സൂത്രധാരൻ ലഷ്കർ-ഇ-തോയ്ബയുടെ ജിഹാദി ഗുരുവെന്നറിയപ്പെടുന്ന അബ്ദുള്ള ഷഹീനെ അജ്ഞാതൻ 2 ദിവസം മുമ്പ് കൊലപ്പെടുത്തി. വാഹനമിടിച്ചായിരുന്നു കൊലപ്പെടുത്തൽ. വാഹനമിടിച്ച് ഈ വാഹനം കണ്ടെത്താൻ കഴിഞ്ഞില്ല. പോലീസിന് വാഹനം നിർത്താതെ പോയി നടുറോഡിൽ പിടഞ്ഞു വീട് മരിക്കുകയായിരുന്നു അബ്ദുൾ ഷഹീൻ എന്ന് പറയുന്ന കൊടും ഭീകരൻ. ഇന്ത്യയിൽ 12ഓളം ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയ സൂത്രധാരനാണ് ഈ അബ്ദുള്ള ഷഹീൻ. ഏതായാലും അബ്ദുള്ള ഷഹീൻ കൊല്ലപ്പെട്ടതോടുകൂടി അജ്ഞാതൻ തൽക്കാലത്തേക്ക് ഈ കൊലപാതകങ്ങൾ നിർത്തിവെക്കുമെന്ന് കരുതിയെങ്കിൽ അതുണ്ടായില്ല. തുടർച്ചയായിട്ട് ഇന്ത്യ നോട്ടമിട്ട ഭീകരന്മാരെ അജ്ഞാതൻ കൊന്നൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഏതായാലും ലഷ്കർ-ഇ-തോയ്ബയുടെ മുൻനിര നേതാവ് കൂടിയാണ് ഈ പറയുന്ന അബ്ദുൾ ഷഹീൻ. ജിഹാദി ഗുരുവെന്ന പേരിൽ അറിയപ്പെടുന്ന അബ്ദുൾ ഷഹീനാണ് പട്ടാപ്പകൽ പാകിസ്ഥാനിൽ വാഹനം ഇടിച്ച് കൊല്ലപ്പെടുന്നത്. ഈ വാഹനം ഓടിച്ചത് 2 പുരുഷന്മാരാണ് എന്ന് മാത്രമാണ് പോലീസിന് ആകെ ലഭിച്ചിട്ടുള്ള വിവരം. ഏതായാലും അജ്ഞാതൻ പുരുഷനാണോ സ്ത്രീയാണോ എന്നുള്ളത് കാലം തെളിയിക്കേണ്ടതാണ്. കാലം തെളിയിച്ചില്ല എങ്കിൽ അജ്ഞാതനായി തന്നെ തുടരും, ഹീറോ ആയി തന്നെ വിലസും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.